നമ്മൾ രാവിലെ ഇറങ്ങിയില്ല. ഇന്നത്തെ കാശ്മീർ യാത്രയിലെ രണ്ടാമത്തെ ദിവസം നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. റോഡൊക്കെ വലിയ കുഴപ്പമില്ല, വലിങ്ങനെ മഴയൊന്നുമില്ല. കാരണം ഇന്നലെ രാത്രിക്കൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് ഉണ്ട്, മഴ കുറവുണ്ട്. അപ്പോൾ നമുക്ക് വിടാം. നമ്മൾ ഇറങ്ങിയ അവിടെ ഫുള്ള് മഴയായി, രക്ഷയില്ല, നല്ല പെരും മഴ. നമുക്ക് വണ്ടി കയറിയിട്ടാന്ന് വെച്ച് അതൊന്ന് കുറയോ നോക്കാം, എന്നിട്ട് ഇറങ്ങാം അല്ലേ. മഴ കുറയുന്നത് നോക്കി നിന്നാൽ നമ്മളെ പരിപാടി നടക്കില്ല. അങ്ങനെ പോകുന്ന നമ്മൾ മലപ്പുറത്ത് കോട്ടക്കൽ ടൗണൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ എക്സ്പ്രസ് ഹൈവേ വഴി അടിച്ച് പോരുക. നമ്മൾ മലപ്പുറം ജില്ലയിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ പുതിയ ഹൈവേ കൂടി തന്നെ ആണ് വരുത്തുക, എക്സ്പ്രസ് ഹൈവേ കൂടി തന്നെയാണ് നമ്മളെ യാത്ര. നല്ല അടിപൊളി വൈബാണ് കേട്ടോ, നല്ല റോഡും കാര്യങ്ങളൊക്കെ. അവിടെ ബാക്കിൽ കുറേ സൈഡ് ഇടിഞ്ഞു പോയ സ്ഥലം ഉണ്ടായിരുന്നു, കുളപ്പുറം ഭാഗത്തൊക്കെ. പക്ഷെ ഇവിടേക്ക് എത്തിയപ്പോൾ നല്ല അടിപൊളി. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വളാഞ്ചേരി പാലം. അങ്ങനെ ഇത് കിലോമീറ്ററോളം നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് വന്നിട്ട് നമ്മൾ തൃശ്ശൂരേക്ക് എത്തിയപ്പോഴത്തേക്ക് നല്ല കട്ട ട്രാഫിക്ക്. ഏകദേശം നമ്മൾ അമല ഹോസ്പിറ്റലൊക്കെ മുതൽ പിന്നെ അങ്ങോട്ട് തൃശ്ശൂർ ടൗൺ കടന്ന് കിട്ടുക എന്ന് പറയുന്ന ലേശം ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് ട്രാഫിക്കാണ്. പക്ഷേ ട്രാഫിക്കായാലും നമുക്ക് പോയാലേ പറ്റുള്ളൂ. നമ്മളെന്തായാലും പിന്നെ അവിടെ നിർത്തിയിടാനൊന്നും പോയില്ല, നേരെ ഇങ്ങ് പോന്നു. അങ്ങനെ തൃശ്ശൂരൊക്കെ കടന്ന് തൃശ്ശൂർ ടൗണിൽ കൂടെയൊക്കെ അടിച്ച് പൊളിച്ച് നമ്മളിങ്ങനെ പോകും. നമ്മൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ എന്താ പറയുക നമ്മളെ യൂട്യൂബ് ചാനലിൽ അടുത്ത ദിവസം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ബേസിക്കായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകുന്നതേ ഉള്ളൂ. കാരണം യൂട്യൂബ് ചാനലിൽ നമ്മളെ ഡീറ്റെയിൽഡ് വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ വന്ന് തൃശ്ശൂരൊക്കെ കടന്ന് ഏകദേശം നമ്മൾ അങ്കമാലിയൊക്കെ എത്താനായപ്പോഴത്തേക്ക് പെട്രോളൊക്കെ അടിച്ചു. എന്തായാലും അങ്കമാലിയിലെ പ്രധാനമന്ത്രി ഒന്നും വന്നില്ല പൈസ കൊടുക്കാൻ, നമ്മൾ തന്നെ കൊടുത്തു. അങ്ങനെ നമ്മൾ എറണാകുളം എല്ലാം താണ്ടി നേരെ ആലപ്പുഴ ബൈപ്പാസ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ നല്ല റോഡിൻ്റെ മാത്രം വീഡിയോ ഇടുന്നത് എന്താണെന്ന് ആലോചിക്കരുത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ ബൈപ്പാസിൻ്റെ പണിയായതുകൊണ്ട് ഒരു രക്ഷയില്ലാണ്ട് എങ്ങനെയൊക്കെയോ പോകുന്നതാണ്. അപ്പോൾ പിന്നെ അത് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അവിടെ വെച്ചാൽ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മൾ യാത്ര കന്യാകുമാരി തൊട്ട് ആണ് നമ്മൾ ഫുള്ള് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് പോകാനായിട്ട് ഉദ്ദേശിച്ചിങ്ങനെ പോരുന്നത്. അങ്ങനെ നമ്മൾ വന്ന് കൊല്ലത്തെത്തി. കൊല്ലം കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ആയിട്ടാ. നമ്മളിന്ന് എന്തായാലും ഇവിടെ എന്താ പറയുക, തിരുവനന്തപുരത്തേക്കൊരു 10-30 കിലോമീറ്റർ കൂടെ ഉണ്ട് തിരുവനന്തപുരം എത്താൻ. തൽക്കാലം ഇന്ന് സ്റ്റേ, കാരണം ഇരുട്ടാവാൻ തുടങ്ങി. നമ്മൾ രാത്രി സഞ്ചാരം ഒഴിവാക്കിയുള്ള പരിപാടികളാണ് കൂടുതലും പിടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റേ ആയി. ഒരു നല്ലൊരു ലോഡ്ജ് ആയിട്ടോ, കാരണം ഒരു 600 രൂപയ്ക്ക് കൊടുക്കുന്ന റൂമാണ്. നമ്മളിങ്ങനെ ബൈക്ക് യാത്രയായിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ 300 രൂപയ്ക്ക് റൂമൊക്കെ തന്നു കേട്ടോ. നല്ല സിംഗിൾ റൂമാണ്, വൃത്തിയുള്ള റൂമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ഞാൻ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളായി വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ.